ഫിഖിൽ അഞ്ചാമത്തെ പാഠമാണ് നാം പഠിക്കുന്നത്. അഞ്ചാമത്തെ പാഠത്തിൽ പറയുന്നത് ബാങ്കിനെക്കുറിച്ചും ഇഖാമത്തിനെക്കുറിച്ചുമാണ്. അതിൽ നമ്മൾ ബാങ്കിനെ പഠിച്ചു. എന്തിനാണ് ബാങ്ക് കൊടുക്കുന്നത് അത് നമ്മൾ പഠിച്ചു. നിസ്കാരത്തിൻ്റെ സമയമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് കൊടുക്കുന്നത്. ബാങ്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും കേൾക്കുന്നതാണ്. ഈ ബാങ്ക് ഇഖാമത്തും പുരുഷന്മാർക്ക് സുന്നത്താണ്, സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ എന്നും നാം പഠിച്ചു. പക്ഷേ ഈ ഇഖാമത്ത് അത് നമ്മളിൽ അധികം ആളും കേട്ടിട്ടുണ്ടായില്ല. ബാങ്ക് പള്ളിയിൽ നിന്ന് മൈക്കിൽ ഉറക്കെ കൊടുക്കുന്നുണ്ട്, എല്ലാവരും അറിയും. ഇഖാമത്ത് പള്ളിയിൽ മെല്ലെ കൊടുക്കലാണ്. അതെന്താണെന്ന് ആർക്കും അറിയില്ല, അധികൾക്കും അറിയില്ല. അപ്പോൾ ഇഖാമത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കൊടുക്കുന്നതാണ് ഇഖാമത്ത്. ബാങ്കും ഇഖാമത്തും തമ്മിൽ ചെറിയ വ്യത്യാസം. ബാങ്കിൽ അല്ലാഹു അക്ബർ എന്നുള്ളത് തുടക്കത്തിൽ 4 പ്രാവശ്യം പറയുന്നുണ്ട്. എന്നാൽ ഇഖാമത്തിൽ അത് 2 പ്രാവശ്യമേ പറയും. ബാങ്ക് അല്ലാഹു അക്ബർ എന്നുള്ളത് 4 പ്രാവശ്യം പറയുമ്പോൾ ഇഖാമത്തിൽ 2 പ്രാവശ്യമാണ് പറയുന്നത്. ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ബാങ്കിൽ 2 പ്രാവശ്യം പറയും. അത് ഇഖാമത്തിൽ ഒറ്റ പ്രാവശ്യമാണ് പറയുക. പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് ബാങ്കിൽ 2, ഇഖാമത്തിൽ 1 പ്രാവശ്യം. അത് കഴിഞ്ഞാൽ ഹയ്യ അലസ് സ്വലാഹ് എന്നുള്ളത് ബാങ്കിൽ 2 പ്രാവശ്യമുണ്ട്, ഇഖാമത്തിൽ 1 പ്രാവശ്യം. ഹയ്യ അലൽ ഫലാഹ് അത് ബാങ്കിൽ 2 പ്രാവശ്യം, ഇഖാമത്തിൽ 1 പ്രാവശ്യം. ഈ ഹയ്യ അലൽ ഫലാഹിൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇഖാമത്തിൽ പ്രത്യേകമായി പറയേണ്ട വചനം വരുന്നത്, ലഫ്ള് വാചകം വരുന്നത്. ഇതാണ് ആ വാചകം. ഖദ് ഖാമത്തിസ് സ്വലാഹ്, ഖദ് ഖാമത്തിസ് സ്വലാഹ്. ഇത് 2 പ്രാവശ്യം പറയണം. എപ്പോൾ? ഹയ്യ അലൽ ഫലാഹിന് ശേഷം. അത് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ അത് ബാങ്കിൽ 2, ഇവിടെയും 2. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ബാങ്കിൽ 1, ഇവിടെയും 1. അപ്പോൾ തുടക്കത്തിലുള്ളത് ഹയ്യ അലൽ ഫലാഹ് വരുന്നത് വരെ മാറ്റുള്ളൂ. 4 ഉള്ളത് 2 ആകുന്നു, 2 ഉള്ളത് 1 ആകുന്നു. അപ്പോൾ ഇതാണ് ബാങ്കും ഇഖാമത്തും തമ്മിലുള്ള വ്യത്യാസം. ഇഖാമത്ത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഖദ് ഖാമത്തിസ് സ്വലാത്തു, ഖദ് ഖാമത്തിസ് സ്വലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെയാണ് ഇഖാമത്ത് കൊടുക്കുക. ഇനി തദ്രീബാത്ത് നോക്കുമ്പോൾ തദ്രീബാത്തിൽ അവിടെ കാണാം ക്രമീകരിക്കാം, അതായത് ഓർഡർ ആക്കിയിട്ട് എഴുതാന്ന്. നമ്പർ ഇട്ട് കൊടുക്കുക. ഇവിടെ ഓർഡർ തെറ്റിച്ചിട്ടാണ് ബാങ്ക് ഒക്കെ എഴുതിയിട്ടുള്ളത്. അതെന്താക്കണം, നിങ്ങൾ ഓർഡർ ആക്കിയിട്ട് എഴുതണം. ആദ്യം ഉള്ളത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഷനോം റസൂലുള്ളാഹ് എന്നാണ്. അത് 3ാമതാണ് വേണ്ടത്. പിന്നെ ഉള്ളത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ അതാണ് ആദ്യം വേണ്ടത്. പിന്നെ ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ് ഇത് 5ാമത് വരുന്നതാണ്. ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലസ് സ്വലാഹ് അത് ഹയ്യ അൽ ഫലാഹിന് മുമ്പും 4ാമത് വരുന്നതാണ്. പിന്നെ ഉള്ളത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് 6ാമത് വരുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് 2ാമത് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓർഡർ ആക്കിയിട്ട് എന്താക്കണം, അത് എഴുതണം. നമ്പർ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇഖാമത്തിൽ മാത്രം ഉള്ള വചനം ഏതാണ്? ഇഖാമത്തിൽ മാത്രമുള്ള വചനങ്ങൾ ഏത്? അത് ഖദ് ഖാമത്തിസ് സ്വലാഹ്, ഖദ് ഖാമത്തിസ് സ്വലാഹ് 2 പ്രാവശ്യം പറയാണ്. അത് ഇഖാമത്തിൽ മാത്രമാണുള്ളത്. പിന്നെ അടുത്ത ചോദ്യം വരുന്നത് സുബ്ഹ് നിസ്കാരത്തിൽ മാത്രം 2 തവണ പറയേണ്ട കലിമത്തുകൾ ഏത്? അത് നമ്മൾ
ബാങ്കിൻ്റെ സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഹയ്യാലൽ ഫലാഹിന് ശേഷം അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് 2 പ്രാവശ്യം പറയണമെന്ന് അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഖാമത്തിൻ്റെയും സുബി ബാങ്കിലെയും വചനങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ സുബ്ഹ് ബാങ്കിൽ പറയുന്ന വാക്കും സുബി ബാങ്കിൽ പ്രത്യേകം പറയുന്ന വാക്കും അതേപോലെ ഇഖാമത്തിൽ പ്രത്യേകം പറയുന്ന വാക്കും മാറാൻ പാടില്ല. സുബ്ഹി ബാങ്കിൽ അസ്വലാത്തു ഖൈറും മിനൻ നൗം 2 പ്രാവശ്യം പറയും. വേറെ ഏത് ബാങ്കിൽ അതില്ല. പിന്നെ ഖദ് ഖാമത്തി സ്വലാഹ് എന്ന് പറയുന്നത് അത് ഇഖാമത്തിൽ മാത്രമാണ്. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഇഖാമത്ത് മാത്രം സുന്നത്തുള്ളത് ആർക്ക്? ഇഖാമത്ത് മാത്രം സുന്നത്തുള്ളത് ആർക്ക്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഖാമത്ത് സുന്നത്ത് ആർക്ക് മാത്രമാണ്? അത് സ്ത്രീകൾക്ക് മാത്രമാണ്. 4ാമത്തെ ചോദ്യം വരുന്നത് ബാങ്കും ഇഖാമത്തും സുന്നത്താണ് ആർക്ക്? ബാങ്ക് ഇഖാമത്തും സുന്നത്ത് പുരുഷന്മാർക്കാണ്. ഉത്തരം പുരുഷന്മാർക്ക്.